എന്റെ അതാരാ സുമേഷാ? എടാ സുമേഷ്, ഒന്നിങ്ങോട്ടാ, ഒരു കാര്യം പറയട്ടെ. ജാനുവർത്തി പെട്ടെന്ന് വാ. എന്തെന്നാ ജാനുവർത്തി നീ ഇവിടെ ഇരിക്കടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. 1-2 ആഴ്ചയായി എന്റെ മനസ്സൊന്നും ഒരു സാധനം എങ്ങനെ ഉരുണ്ട് കളിക്കുക. എനക്ക് ആരോടെങ്കിലും പറഞ്ഞിട്ടില്ല, എനക്ക് എന്തെങ്കിലും സൂക്കേട് പറ്റൂ. എന്താ പ്രശ്നം? പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നീ ആരോടും പോയി പറയാനൊന്നും പോറേ മോനെ. ജാനുവർത്തി, നിങ്ങൾക്ക് എന്ത് രഹസ്യം വേണമെന്നുണ്ടെങ്കിൽ എന്നോട് പറയാം. ഞാനൊരാളോട് പറയൂല. അങ്ങനെ പറയാനാണെങ്കിൽ എന്തെല്ലാം ഉണ്ട് പറയേ. നമ്മളെ കുമാരൻ മാഷാരോട്. കുമാരൻ മാഷാ? ഓറ് ഞാൻ ഇന്നലെ ഒരുമിച്ചിട്ടല്ലേ കള്ളു കുടിച്ചേ. കുമാരൻ മാഷ കുടിക്കുക? കുമാരൻ മാഷ കുടിക്കുവന്നാ. ശരി. മാഷും പറഞ്ഞേക്ക് എന്റെ കൂടെ ഒരാളോട് പറയാറുണ്ട് കുടിക്കുന്ന കാര്യം. ഞാനോടും പറഞ്ഞില്ല. അല്ല, എനിക്ക് ഞാൻ വിശ്വാസം. എന്താ വിഷയം എന്ന് വെച്ചാല് ഞാനും കേളപ്പാട്ടും 9-9 ആകുമ്പോ ആൾ കിടന്നുറങ്ങലുണ്ട്. ആ കിടന്നുറങ്ങും മോനെ. ഞാൻ ഇടയ്ക്ക് എന്ത് പണിയെടുക്കൂ, ഒരു 10-12 മണിക്ക് ഞെട്ടി നോക്കുമ്പോ കേളപ്പാട്ടിനെ കാണുന്നില്ല. മൂത്രം പോയാ കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരണ്ടേ? വരുന്ന രാവിലെ 6 മണിക്ക് അമ്മന്. എനിക്ക് പേടിയാന്ന് ഇതടിയാളി പോന്ന്. ഞാൻ ചോദിക്കുന്ന വിചാരിക്കാം, എന്തെന്നാ അവന് കേളപ്പാട്ടിന് എന്തെങ്കിലും അഭീതബന്ധം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇങ്ങോരൊന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന അങ്ങനത്തെ ഉണ്ടോളി. അല്ല, പിന്നെ ഇടവലത്തുള്ള കല്യാണി ആയിട്ട് ഒരു ഇഷ്ട കൂടുതലുണ്ട്. പക്ഷെ അല്ല, അങ്ങനെയല്ല, വേറൊന്നുമല്ല. അങ്ങനെ ആടെ പോവൊന്നുമല്ല. ആടെ കണ്ണനെ പേടിച്ചിട്ടുണ്ട്. ആടെ പോവൂല. ഇഞ്ഞോരൊന്ന് പറയാൻ പോട്ടെ. അശോകൻ പൈസ ശരിക്കും അയക്കാറുണ്ട് ഗൾഫിൽ നിന്ന്? അശോകൻ മാസത്തിൽ പൈസ അയക്കുന്നല്ലേ? എന്തേനു? എന്നാ പിന്നെ അതല്ല. പോട്ടെ. പിന്നെ ഉമ്മക്ക് ഇന്ന് കേളപ്പാടം പിടിക്കണം. നിങ്ങളെ കൂടെ സപ്പോർട്ടായിട്ട് ഞാനുണ്ടാവും. ഞാനൊരു കാര്യം തീരുമാനിച്ചിരിക്കുന്നു. ഇന്ന് ഞാൻ എന്ത് പണിയെടുക്കൂ, ഉറങ്ങും പോലെ അഭിനയിക്കൂ. എന്നിട്ട് എന്ത് പണിയെടുക്കൂ, അഭിനയിച്ച് കേളപ്പാട്ടം മെല്ലണ പോവല്ലോ, പുറത്തേക്ക് പോവല്ലോ. പോകുമ്പോ ഞാനും കേളപ്പാട്ടിന്റെ പുറകിൽ മെല്ലണ പോവാ. എന്തെങ്കിലും കാണുവാൻ പാടില്ലാത്ത കണ്ടിട്ട് അന്നേരം തന്നെ ഞാൻ കൊല്ലേണ്ട കാര്യത്തില് ഞാനോർത്തി. അല്ല, ഇപ്പം പരിഹാരമില്ലാത്ത കാര്യങ്ങളില്ല, നമുക്ക് പരിഹരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം. ഞാൻ വിളിക്കും. എന്റെ ഫോൺ നമ്പർ നിങ്ങൾ എടുക്കണ്ട. അപ്പൊ വിളിച്ചാൽ മതി. ഇന്ന് കേളപ്പാടം പിടിക്കുന്നു എന്നോ എനിക്ക് ആരോടും പറയണ്ടേ. ജാനുവർത്തി, എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം. അത് കുമാരൻ മാഷകാരി ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്ന് നോയിക്കോ കേളപ്പാട്ട, നിങ്ങൾ അവസാനായി. ഇന്ന് ഈടത്തം വരെ പോകും, നമുക്ക് നോക്കാൻ. ഇതെന്തിനാളീ തലയിൽ മുണ്ടിട്ട് പോന്ന്? എന്തോ കള്ളത്തരുണ്ട്. കല്യാണിന്റെ അടുത്തേക്കാൻ തോന്നല്ലോ പോന്ന്. എന്റെ കല്യാണി അല്ല കല്യാണിന്റെ അടുത്തേക്കല്ല. ഇതേടിയാളി ഇരുട്ട്. എന്റെ അമ്മ എന്നെ കണ്ട. പോട്ടെ. ഇതേടിയാളി റോട്ടുമേലേക്കാലം പോന്ന്. ആയെന്നാളി കാലുമ്മ പാഞ്ഞേ പാമ്പാളി. കേളപ്പാട്ടിനോട് പോയി ഒന്ന് കണ്ണ് തെറ്റുമ്പോൾക്ക് ഇതടിയാളി പോയേ. ഇതാരാളി ഇതിന്റെ ഉള്ളിൽ കിടന്നുറങ്ങുന്നേ? എന്റെ അമ്മ കേളപ്പാട്ടെ, എണീച്ചോടെ. ഇതെന്താ കേളപ്പാട്ട? നിങ്ങൾ ATM-ന്റെ ഉള്ളില് ചൂട് സഹിക്കാനാവാനിട്ടാലും ഇവിടെ ആവുമ്പോ രാവിലെ വരെ AC ഓൺ ആക്കിയിട്ടിരിക്കണ്ടല്ലോ, കറണ്ടിന്റെ പൈസയും കൊടുക്കണ്ട. രാവിലെ 5-6 മണിയാകുമ്പോഴേക്ക് എല്ലാ ദിവസവും ഞാൻ പൊറുക്കത്തലില്ലേ ഞാനും. എന്റെ കേളപ്പാട്ട, നിങ്ങളെ വെറുതെ ഞാൻ സംശയിച്ചു. എന്താ നിങ്ങൾക്ക് വരുമ്പോ എന്നെയും കൂടി കൂട്ടിയാൽ ഞാനും കൂട്ടണം തന്നെ ഉണ്ട്. പക്ഷെ ഇവിടെ CCTV ഉണ്ട്. നാലുകളെ കൊണ്ട് പറയിപ്പിക്കണം. നടന്നു വിടാ. ഇങ്ങനെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അശോകനോട് പറഞ്ഞിട്ട് ഒരു AC വെച്ചാ പോരെ? അതല്ല ജാനു, AC വെച്ചാ അമ്മക്ക് കിട്ടുന്ന വാർദ്ധക്യ പെൻഷൻ അങ്ങ് ഒഴിവായി പോവും ജാനു. ശരിയാ ജാനു, എന്താണ് ഒന്ന് ചോദിച്ചോട്ടെ? ഈ ചൂട് സഹിക്കാനാവാത്തോണ്ട് ചോദിച്ചോന്നാ.
എ സിയും വാർദ്ധക്യ പെൻഷനും തമ്മിലുള്ള ബന്ധം ഒഴിവാക്കി കിട്ടുവാൻ പറ്റുമോ? കളപ്പാട്ട ഇല്ല അല്ലേ? ആരോട് പറയാനാ കളപ്പാട്ട?